ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ അവകാശികൾ, നരകത്തിന്റെ അവകാശികൾ എന്ന വിഷയമാണ് കൊടുത്തിരുന്നത്. പക്ഷെ എഴുതിയപ്പോൾ സ്വർഗത്തിന്റെ അവകാശികൾ എന്നായി പോയി നോട്ടീസ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഭാഗം കൂടെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. നരകത്തിന്റെ അവകാശികളെയും ചർച്ച ചെയ്തിട്ടുണ്ട്, സ്വർഗത്തിന്റെ അവകാശികളെയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വർഗാവകാശികൾക്ക് എന്താണ് സ്ഥാനം, നരകാവകാശികളെ ഏത് കോലത്തിലാണ് എത്തിക്കുന്നത്, ഇതൊക്കെ അല്ലാഹു നമ്മൾ അറിയിച്ചെന്ന കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാനവനെ സൃഷ്ടിച്ചതിന് ശേഷം അവന് രണ്ട് വഴികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുറന്നു കൊടുത്തു. സ്വീകരിച്ചവൻ, നന്ദിയുള്ളവൻ നല്ല വഴികളെ തിരഞ്ഞെടുത്തു, നന്ദി കെട്ടവൻ നരകത്തിന്റെ വഴികളെ തിരഞ്ഞെടുത്തു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നുണ്ട്, ഹൽ തഅലൽ ഇൻസാൻ ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്റെ അസ്തിത്വത്തെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ ദഹ്റിലൂടെ മനുഷ്യ, നിന്നെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നീ ഈ ലോകത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമെന്ന് നീ പ്രതീക്ഷിക്കാത്ത ഒരു യുഗത്തിലേക്ക് അല്ലാഹു നിന്നെ എത്തിച്ചില്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ ഒരു അന്ധനായിട്ടോ മോഹനായിട്ടോ ബദിരനാക്കിയിട്ടോ അല്ല ഈ ലോകത്തേക്ക് അല്ലാഹു നിന്നെ നിയോഗിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് വഴികളെ നിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ നന്ദിയുള്ളവരാണ്. അവർ നന്ദിയുള്ളവരാണ്. അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഇമ്മാ കഫൂറാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വഴികളെ സ്വീകരിക്കാതെ ധിക്കാരം പ്രവർത്തിക്കുന്ന അഹങ്കാരികളെ കയ്യാമം വെച്ച് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുമെന്നും പരിചയപ്പെടുത്തുകയാണ്. രണ്ട് വഴികളെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് അത് കാണാനും പഠിക്കാനും ചിന്തിക്കാനും അല്ലാഹു കണ്ണ് തന്നോ, കാത് തന്നോ, അവയവങ്ങൾ തന്നോ, കഴിവുകൾ അല്ലാഹു നമുക്ക് നൽകിയില്ലേ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു തആല കാത്, കണ്ണ്, ചിന്തിക്കാനുള്ള കഴിവെല്ലാം തന്നു. എന്തിന്? ഇത് പഠിക്കാൻ, മനസ്സിലാക്കാൻ, നല്ല വഴികളെ തിരഞ്ഞെടുക്കുക. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? പിഴച്ചു പോകലല്ല. നമ്മുടെ ആഗ്രഹം എന്താണ്? രക്ഷപ്പെടലാണ്. ആഖിറം രക്ഷപ്പെടലാണ്. ഖബർ രക്ഷപ്പെടലാണ്. ആഖിറം വെളിച്ചമാകലാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരുടെയും ആഗ്രഹം അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദുആയും അത് തന്നെയാണ്. പടച്ചവനെ, അന്ത്യം നീ മോശമാക്കല്ലേ അല്ലാ, അന്ത്യം നീ മോശമാക്കല്ലേ അല്ലാ. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്ത്യം നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് മുത്തഖീങ്ങൾക്കാണ്. മുത്തഖീങ്ങൾക്കാണ് സ്വർഗ്ഗത്തിന്റെ അവകാശികൾ. സ്വർഗ്ഗത്തിന്റെ അവകാശികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യസമയം നന്നാക്കി തരാമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ആരെ കുറിച്ചാണ്? മുത്തഖീങ്ങളെ കുറിച്ചാണ്. ഏത് മുത്തഖീങ്ങൾ? ആ ക്വാളിറ്റി ആർക്കായിരുന്നു? ഏതൊരു മഹാനുഭാവന്റെ മഖ്ദസിലാണോ നാം ഒരുമിച്ച് കൂടിയത്, ഏതൊരു മഹാനുഭാവനെ കുറിച്ച് സ്മരിക്കുന്ന സദസ്സാണോ ഇത്, ആ മഹാന്മാരുടെ പദവികൾ എന്തായിരുന്നു ഖുർആൻ പറയട്ടെ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഇഷ്ടദാസിമാരുണ്ടല്ലോ, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം എന്തെന്നറിയുവോ? രണ്ട് ക്വാളിറ്റിയാണ് അവരെ ഈ ഉന്നതമായ പദവികളിലേക്ക് ഉയർത്തിയതെങ്കിൽ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ നാടിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു നാടുണ്ടെന്ന് നാം എങ്ങനെയാണ് അറിഞ്ഞത്? ഇങ്ങനെ ഒരു പള്ളി വരുമെന്നും ഒരു മദ്രസ ഉണ്ടാകുമെന്നും ഒരു യതീംഖാന ഉണ്ടാകുമെന്നും ഇവിടെ കുറെ നാട്ടുകാരും ആളുകളും ഒരുമിച്ച് കൂടുമെന്നും എങ്ങനെയാണ് അറിഞ്ഞത്? ഈ കാട്ടിനുള്ളിൽ നിന്ന് എന്തോ അല്ലാഹുവിന്റെ തീരുമാനം ഇതാ ലോകമെമ്പാടും അറിയുകയാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവർ ഏറ്റെടുത്ത രണ്ടേ രണ്ട് ഉത്തരവാദിത്തമാണ്. ഒന്ന് വിശ്വാസം, രണ്ട് തഖ്വ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. തഖ്വ ഉള്ളവരായിരുന്നു അവർ, വിശ്വാസമുള്ളവരായിരുന്നു അവർ. അവരെ നോക്കിയിട്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും നിങ്ങൾക്ക് സന്തോഷമാണ്, നാളെ പരലോകത്തും നിങ്ങൾക്ക് സന്തോഷമാ. നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ്, നിങ്ങൾ യഥാർത്ഥ മതഭക്തരാണ്, മതബോധമുള്ളവരാണ്, തഖ്വയുള്ളവരാണെന്ന് ഔലിയാക്കന്മാരെ കുറിച്ച് ഖുർആൻ പറയുമ്പോ ആ തഖ്വയുള്ളവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷയുള്ളൂ, അവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ, സ്വർഗമുള്ളൂ. തഖ്വ. പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ ഉടനീളം പരാമർശിക്കുന്നത് മുത്തഖീങ്ങളുടെ ഓരോ സമ്മാനങ്ങളും അവർക്കുള്ള വാഗ്ദാനങ്ങളുമാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി هدى للمتقين هدى للمتقين. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ എന്ന ഒരു ബൃഹത്തായ വലിയ അധ്യായത്തിലൂടെ അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത് ഈ പരിശുദ്ധ ഖുർആനിൽ ആരും സംശയിക്കേണ്ടതില്ല, ആർക്കും ഒരു സംശയവും വേണ്ട. മുത്തഖീങ്ങൾക്ക് മാർഗദർശനം കാട്ടിക്കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് മുത്തഖീങ്ങൾ അത് സ്വീകരിക്കും, അതിന്റെ വഴികളെ അവർ അംഗീകരിക്കും, ആ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ. യഥാർത്ഥ വിധികളെ കണ്ടെത്തുന്നത് ഈ ഖുർആനിലൂടെയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന الصلاة വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യ ലോകത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് ആ മുത്തഖീങ്ങൾ. ആഖിറമുണ്ട്, പരലോകമുണ്ട്, ഖബറുണ്ട്, മഹ്ശറുണ്ട്, വിചാരണയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഖബറിനകത്ത് മുൻകർ നക്കീറുണ്ട്. അവിടെ ചോദ്യമുണ്ട്, അതിന് ഉത്തരം നൽകിയാൽ അവന് രക്ഷയാണ്, അതിന് ഉത്തരം മുട്ടിപ്പോയാൽ അവന് ശിക്ഷയാണ്. ഇത് വിശ്വസിക്കുന്നവനാണ് മുസൽമാൻ, അത് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മതബോധമുള്ളവൻ. മാത്രമല്ല അല്ലാഹുവിന്റെ അസ്തിത്വത്തെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് നമസ്കാരം നിലനിർത്തുന്നവനാണ് യഥാർത്ഥ മുത്തഖി. വമിമ്മാ
റസഖ്നാഹും യുൻഫിഖൂൻ നാം അവർക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് മുത്തഖീങ്ങൾ. അല്ലാഹു ഖുർആനിൽ പറയുകയാണ് ആ മുത്തഖീങ്ങൾക്കാണ് സകലമാന രക്ഷകളും സകലമാന അനുമോദനങ്ങളും ആ മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. ഏത് മുത്തഖീങ്ങളാണത്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കന്മാർ സ്വീകരിച്ച നിലപാട് വിശ്വാസവും തഖ്വയും. ആ തഖ്വയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയായി പരിചയപ്പെടുത്തുന്നത്.